വീട്ടിലിരിക്കാൻ ഇഷ്ടമുള്ള ആളുകളുടെ മനഃശാസ്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ വീട്ടിലിരിക്കാൻ ഇഷ്ടമുള്ള ആളുകൾ പൊതുവെ ഇൻട്രോവേർട്ടാണ് എന്നൊക്കെ മറ്റുള്ളവർ കരുതും. എന്താണ് ആളുകളായിട്ട് ഇടപഴകാത്തത്, എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞൊരു മോശം ഹാബിറ്റായിട്ട് ആളുകൾ കാണാറുണ്ട്. പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല. ഇങ്ങനെ വീട്ടിലിരിക്കുന്ന ആളുകൾ അവർക്ക് നല്ല ഹൈ ഇന്നർ വേൾഡ് ഉള്ള ആളുകളായിരിക്കും അവർ. റീഡിങ്, തിങ്കിങ്, ക്രിയേറ്റീവായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും ഇവരുടെ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവർക്ക് കൂടുതലും ഈ നോയ്സ്, ക്രൗഡഡ് പ്ലേസസ്, ഇതൊന്നും അവർക്കൊരിക്കലും ഹാപ്പിനെസ് കൊടുക്കുന്നുണ്ടായിരിക്കില്ല. അവരുടെ ചുറ്റുപാടുകൾ സ്റ്റില്ലായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും അവർക്ക് കൂടുതൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് കഴിയുക. ദേ വാല്യൂ കാം മോർ ദാൻ കോൺസ്റ്റൻറ്റ് സ്റ്റിമുലേഷൻ എന്നാണ് പറയുക. വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് ശാന്തവും സ്വസ്ഥവുമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും അവരിഷ്ടപ്പെടുന്നുണ്ടായിരിക്കുക. വീട്ടിലിരിക്കുമ്പോഴായിരിക്കും അവർ റീചാർജഡ് ആവുന്നുണ്ടായിരിക്കുക. ശാന്തമായ സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോഴായിരിക്കും. അല്ലാതെ ഒരു പാർട്ടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചില ആളുകൾ വളരെയധികം സന്തോഷവാന്മാരായി കാണപ്പെടും. പക്ഷേ ചിലർക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുണ്ടായിരിക്കുക. അവരുടെ എനർജി ഡ്രെയിൻ ആവുക ആളുകൾ കൂടുന്നിടത്തായിരിക്കും. ഫ്രീക്വൻറ്റ് സോഷ്യലൈസേഷനേക്കാൾ ക്വാളിറ്റി ടൈമിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളായിരിക്കും. ഇവരുടെ സുഹൃത്തുക്കളെയും വേണ്ടപ്പെട്ടവരെയൊക്കെ മീറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ മാസത്തിലൊരിക്കലോ 2-3 മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും. പക്ഷെ അവർക്ക് ആ കണക്ഷൻ അതേപോലെ നിലനിർത്താൻ കഴിയുന്നുണ്ടായിരിക്കും. എവിടെ വെച്ചാണോ നിർത്തിയത് അതേ അവസരത്തിൽ നിന്ന് തുടങ്ങാൻ ഇവർക്ക് കഴിയുന്നുണ്ടായിരിക്കും. അതിന് നമുക്കൊരു ബന്ധം നിലനിർത്താൻ ഡെയിലി അവരെ കാണുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇവർക്ക് എന്നും മെസ്സേജ് അയക്കാതെയും എന്നും കോൾ ചെയ്യാതെയും എന്നും സംസാരിക്കാതെയും കാണാതെയും ആണെങ്കിലും ആ ബന്ധം അതേപോലെ തന്നെ വാംതായിട്ട് നിലനിർത്താൻ ഇവർക്ക് കഴിവുണ്ടായിരിക്കും. കുറേ അധികം കാഷ്വൽ റിലേഷൻഷിപ്സ് ഉണ്ടാകുന്നതിനേക്കാൾ മീനിങ് ഫുള്ളായ 1-2 റിലേഷൻഷിപ്പ് ആയിരിക്കും ഇവർ വാല്യൂ ചെയ്യുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ദേ ആർ കംഫർട്ടബിൾ ബീയിങ് എലോൺ വിത്ത് ദെയർ ഓൺ തോട്ട്സ് എന്നാണ്. അവർക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് അവരുടെ ചിന്തകളിൽ മുഴുകി അങ്ങനെ സമയങ്ങളെ ചിലവഴിക്കുന്നതിൽ അവർ വളരെയധികം കംഫർട്ടബിൾ ആയിരിക്കും. അല്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവർക്ക് ഏകാന്തത അനുഭവപ്പെടുകയോ അയ്യോ ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള ഫീലിംഗ് ഉണ്ടായിരിക്കുക, ആരെങ്കിലുമൊക്കെ കൂടെ വേണം എന്നുള്ള ചിന്ത ഉണ്ടായിരിക്കും. അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല. അവർ ഒറ്റയ്ക്ക് തന്നെ കണ്ടന്റ് ആയിരിക്കും. ചിലർക്ക് ഈ സൈലൻസ് എന്ന് പറയുന്നത് വളരെ അൺകംഫർട്ടബിളായി ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അവർ എങ്ങനെയെങ്കിലും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ആരെങ്കിലുമൊക്കെ ആയിട്ട് സംസാരിക്കും. ഒന്നുമില്ലെങ്കിൽ ഫോണിൽ സംസാരിക്കും, ഇല്ലെങ്കിൽ നേരിട്ട് കാണാൻ ശ്രമിക്കും. അതും അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോവും, അല്ലെ സിനിമയ്ക്കോ പാർട്ടിക്കോ അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ പോവും, ഇല്ലെങ്കിൽ ഗാർഡനിലോ എവിടേക്കെങ്കിലും പാർക്കിലോ അങ്ങനെ എവിടേക്കെങ്കിലുമൊക്കെ പോവും. പക്ഷേ ഇവർക്ക് ഇങ്ങനെ വീട്ടിലിരിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് ഒരിക്കലും സൈലൻസ് അൺകംഫർട്ടബിൾ അല്ല. അവർ ഓക്കെ ആയിരിക്കും അതുമായിട്ട്. അവരത് എൻജോയ് ചെയ്യും. ദേ പ്രിഫർ കൺട്രോൾ ഓവർ ദെയർ എൻവയോൺമെൻറ്റ് എന്നാണ്. അവർക്ക് ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും. അല്ലേ, നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്കറിയാം എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇന്ന സാധനം ഇന്നിടത്താണ്, ഇന്ന ആളുകളാണ് അവിടെ ഉള്ളത്, ഇവരിങ്ങനെയൊക്കെ പെരുമാറുക, നമുക്കൊരു കൺട്രോൾ ഉണ്ടായിരിക്കും. അല്ലേ, നമുക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ക്രൗഡിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ, ഒരു മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആ സ്ഥലമായിട്ട് അങ്ങനെ കൺട്രോളൊന്നും ഉണ്ടായിരിക്കില്ല. അവിടുത്തെ ആളുകളായിട്ട് നമുക്ക് പരിചയം ഉണ്ടായിരിക്കില്ല. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി ഇരിക്കാം, ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുക്കാം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ആരും നമ്മളെ ജഡ്ജ് ചെയ്യുന്നില്ല, ആരും നമ്മളോട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറയുന്നില്ല. നമുക്ക് ശാന്തമായിട്ട് ഇരിക്കാനും ശാന്തമായി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്. അപ്പോൾ ഇവർക്ക് ഇവരുടെ സ്പേസിലൊരു കൺട്രോളാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് സേഫായിട്ട് അനുഭവപ്പെടുക എപ്പോഴും അവനവൻ്റെ വീടായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകൾ വളരെയധികം ഒബ്സർവ് ചെയ്യുന്ന ആളുകളായിരിക്കും. അവർക്ക് ആളുകളുടെ പെരുമാറ്റം റീഡ് ചെയ്യാനൊക്കെ പറ്റും. ഈ വീട്ടിലധിക സമയം ഇരിക്കുന്ന ആളുകൾ റിയാക്ഷൻ മോഡിലായിരിക്കില്ല എപ്പോഴും. അല്ലെ, അവരെപ്പോഴും റിഫ്ലക്റ്റിംഗ് മോഡിലായിരിക്കും. അവർക്ക് ആളുകളുടെ പാറ്റേൺ മനസ്സിലാവും. എപ്പോഴും ബഹളങ്ങളുടെ ഇടയിലുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള ഒബ്സർവിങ് കപ്പാസിറ്റിയൊക്കെ വളരെയധികം കുറവായിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് സമയം ഉണ്ടായിരിക്കും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അവർ ഒരുപാട് ടൈം അവരുടെ ഹോബീസിൽ, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. നല്ല പ്ലാനേഴ്സൊക്കെ ആയിരിക്കും ഇവർ വീട്ടിലിരുന്ന് പ്ലാൻ ചെയ്യും. അവർക്ക് എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ലക്ഷ്യങ്ങളുണ്ട്, എങ്ങനെയൊക്കെ അവർ സമയം ചെലവഴിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നതിനെ പറ്റിയൊക്കെ പ്ലാൻ ചെയ്യാൻ ഇവർക്ക് ഒരുപാട് സമയം കിട്ടും വീട്ടിലിരിക്കുമ്പോൾ. അല്ലേ, നമ്മൾ ബഹളത്തിൻ്റെ ഇടയിലാണെങ്കിൽ നമുക്ക് സ്വയം വിലയിരുത്താനോ നമ്മുടെ ലക്ഷ്യങ്ങൾ കണ്ടെത്താനോ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് ചിന്തിക്കാനോ ഇതിനൊന്നുള്ള സമയം കിട്ടില്ല. പക്ഷേ ഇവർക്ക് ഇതിനെല്ലാം ഉള്ള സമയം ഉണ്ടായിരിക്കും. സ്മോൾ ടോക്കിന് വേണ്ടിയിട്ട് ഇവർ സമയം ചിലവഴിക്കില്ല. ശാന്തമായിട്ടിരുന്ന് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സമയം അവർക്ക് കിട്ടും. ദേ പ്രൊട്ടക്റ്റ് ദെയർ മെൻ്റൽ എനർജി എന്നാണ് പറയുക. നമ്മൾ പുറത്തിറങ്ങിയ ആളുകളായിട്ട് കൂടുതൽ ഇടപഴകുമ്പോൾ എന്താ ഉണ്ടാവുക, ചിലരൊക്കെ നമ്മളെ വിഷമിപ്പിക്കുന്ന ആളുകളുണ്ടായിരിക്കും. നമുക്ക് ചിലപ്പോൾ പുറത്തിറങ്ങിയ ആളുകളൊക്കെ ആയിട്ടൊന്ന് ഇടപഴകി വന്നു കഴിഞ്ഞാൽ നമ്മളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന, നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന, നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളൊക്കെ നമ്മൾ കണ്ടെന്ന് വരും. അപ്പോൾ അത് നമ്മുടെ മൂഡിനെ എഫക്റ്റ് ചെയ്യും. നമുക്ക് ചിലപ്പോൾ ദേഷ്യത്തോടെ ആയിരിക്കും നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്നുണ്ടാവുക. നമ്മുടെ അന്നത്തെ ദിവസം തന്നെ നാശമാവും. ഇങ്ങനെ വീട്ടിലിരിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് കുറേ ഉണ്ട്. അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
ഒരുപാട് ക്യാഷ് ചിലവാവില്ല. പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷന് പൈസ വേണ്ടി വരും, നമുക്ക് പെട്രോൾ അടിക്കേണ്ടി വരും, പിന്നെ എന്തെങ്കിലുമൊക്കെ ചായയോ കോഫിയോ കുടിക്കണം എന്ന് തോന്നും, ചിലപ്പോൾ എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നും. അങ്ങനെ ഒരുപാട് പൈസ ചിലവുണ്ട് അല്ലേ. നമ്മൾ വീട്ടിൽ നിന്ന് ഗേറ്റിൻ്റെ പുറത്ത് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പൈസ ചിലവാകാതെ നമുക്ക് തിരിച്ചകത്ത് കയറാൻ കഴിയില്ല. അപ്പോൾ ഈ വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കുറേ പൈസ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ റെഡ്യൂസ് സ്ട്രെസ്സ്. ഇവർക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവില്ല. എത്ര ആളുകളുമായിട്ട് കുറച്ച് ഇടപഴകുന്നോ അത്രയും നമുക്ക് സ്ട്രെസ്സ് കുറവായിരിക്കും. ഒരു പീസ്ഫുള്ളായ ലൈഫ് സ്റ്റൈലായിരിക്കും ഇവർ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന ആളുകളെ ഒരു മോശം സ്വഭാവമായിട്ടൊന്നും കാണേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ സ്മോൾ ടോക്കനായിട്ട് ആളുകളോട് അനാവശ്യമായി സംസാരിച്ച് ചിലപ്പോഴൊക്കെ അത് നല്ല രീതിയിലുള്ള സംസാരമായി മാറുള്ളൂ. ചിലപ്പോൾ പല ആളുകളും നമ്മളെ ഇങ്ങനെ കുത്തി വർത്താനം പറയുന്ന ആളുകളൊക്കെ ആയിരിക്കും. നമുക്ക് അധികവും നല്ല ഇമോഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഒരുപാട് ആളുകളുമായിട്ട് സംസാരിച്ച് ഇടപഴകിയൊക്കെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അധികവും വേറെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഉള്ള വിഷമങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ദേഷ്യം വരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന, അങ്ങനെ ആളുകൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയ ആളുകളായിരിക്കും നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കുക. അപ്പോൾ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കുക കാണുന്ന ആളുകളോടൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും അവനവൻ്റെ ഉള്ളിലുള്ള ഇത് പുറന്തള്ളുക മറ്റുള്ളവരുടെ മേലിലായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മളങ്ങ് ആവാഹിച്ചെടുത്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ എത്ര ആളുകളായിട്ട് കുറച്ചിടപഴകുന്നു അത്രയും പീസ്ഫുള്ളായിരിക്കും നിങ്ങളുടെ ലൈഫ്, അത്രയും മെൻ്റലി റിലാക്സ്ഡ് ആയിരിക്കും നിങ്ങൾ, അത്രയും സ്ട്രെസ്സ് കുറവായിരിക്കും നിങ്ങൾക്ക്.